أم هبت الريح من تلقاء كظيمة وأومض البرق في ظلماء من عظام فما لعينيك إن قلت كفوفها متى فما لقلبك إن قلت استفق يهيمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لولا الهوى لم ترق دمعا على طللي ولا أرقت لذكر الباني والعالم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العظيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അബേ നമ്മൾ വണ്ടി ഓടിക്കുമല്ലോ. നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് ദൂരമായാലും വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓടിക്കുന്നത് BMW ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം? മൊത്തത്തിൽ വണ്ടി എടുക്കുക എന്ന് പറയുന്ന ആ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങൾ ദുനിയവി ആയതുകൊണ്ട് ഉഖ്റവി ആയതുകൊണ്ട്. ദുനിയവിയ കാര്യം പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ വലത്തെ കാല് വെക്കാൻ നോക്കുക. അതിപ്പോൾ ഈ ഇന്ത്യൻ്റെ വണ്ടിയിൽ റൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് പിന്നെ ഇടത്തെ കാലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ വെക്കുന്നത് നമ്മളെ ചന്തി വെക്കുക സീറ്റിലേക്ക്, എന്നിട്ട് ബാക്കി രണ്ട് കാലും ഉള്ളിലേക്ക് വെക്കുക. വെക്കലോട് കൂടെ പിന്നെ നമ്മൾ ബിസ്മില്ലാ ചെല്ലുക. എന്നിട്ട് ഇരുന്നതിന് ശേഷം നമ്മളെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മളെ ഉയരം, അടുപ്പം, അതായത് സ്റ്റിയറിങ്ങിനോടുള്ള അകൽച്ച എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം കുറച്ച് ദൂരം നമ്മൾ സീറ്റ് ദൂരവും നമ്മളെ കാല് വളയാതെ രീതിയിൽ നമ്മളിങ്ങനെ തണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങനെ കാല് വളയാതെ രീതിയിൽ നമ്മൾ പിന്നെ കൊടുക്കുകയാണെങ്കിൽ ആക്സിഡൻ്റോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ മുട്ടിന് അടി പറ്റി ആ മുട്ടിൻ്റെത് ഇടുപ്പിന് അങ്ങനെ ബോഡി മൊത്തം കുരുങ്ങും. പക്ഷെ ഇങ്ങനൊരു വളവുണ്ടെങ്കിൽ അടി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് അത്ര പ്രശ്നം വരില്ല. അതിന് എയർ ബാഗിൽ നിന്നും കുറച്ച് സംരക്ഷണം കിട്ടും. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇരുന്ന് കൊണ്ടായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത്. അതുകൊണ്ട് ബെൽറ്റ് ഇടണം. ഇതിപ്പോൾ ദുനിയാവിൻ്റെ കാര്യം. അതുകൂടാതെ പിന്നെ ഒരു സലാത്ത് ചൊല്ലി ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മിനൽ മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലി വണ്ടി യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് 3 വട്ടം, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 3 വട്ടം. എന്നിട്ട് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ മതി. സാധാരണത്തെ യാത്ര കേട്ടോ, സാധാരണത്തെ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രക്കാണിത്. പിന്നെ ഹജ്ജിൻ്റെ യാത്രക്ക് പിന്നെ പോകുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്. പല യാത്രകൾക്കും പല രീതിയിലുള്ള ദുആകൾ ഒരുപാടുണ്ട്. എങ്കിലും ഈ ചെറിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗീർ പറഞ്ഞപ്പോൾ ഇതിപ്പോൾ 2 എണ്ണമാണല്ലോ, 2 തരം ഗീറല്ല, ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലുണ്ട്. അപ്പം മാനുവൽ ഗീറിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇറങ്ങുമ്പോഴും
കയറ്റം കയറുമ്പോഴും മാനുവൽ ഇതിൻ്റെ മാനുവൽ ഉപയോഗിക്കുന്നത് നല്ലത്. അല്ലാതെ ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്നപ്പോൾ നല്ല ഇങ്ങനത്തെ റോഡ് ഇത് അഫ്ഗാണ്ട് ഇങ്ങനത്തെ റോഡിലാണെങ്കിൽ വെറും ഓട്ടോമാറ്റിക്കിനായിട്ട് ഇങ്ങനെ പോരാണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മാനുവൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇറക്കത്തിൽ നിന്ന് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ചവിട്ടുമ്പോൾ മൊത്തം പല രീതിയിലുള്ള കേടുകളും വരും. കയറ്റം കയറുമ്പോൾ പിടുത്തം കിട്ടൂല, അപ്പോൾ ഒരുപാട് ഭരിക്കേണ്ടി വരും. അപ്പം മാനുവൽ ആക്കേണ്ടതാണ് നല്ലത്. ഇത്രയാണ് എൻ്റെ അറിവ്. ബാക്കി അള്ളാഹു റബ്ബുൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ.